നമസ്കാരം പ്രിയമുള്ളവരെ, ഒടുവിൽ പി വി അൻവറിനെ യു ഡി എഫിൽ എടുത്തുകൊണ്ടുള്ള തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. പി വി അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് ഇനി യു ഡി എഫിൽ അസോസിയേറ്റ് മെമ്പറായിരിക്കും. ഇന്നലെ തുടങ്ങി മറുനാടൻ മലയാളി ഷാജൻ്റെ പ്രാക്കും തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ മേലിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫിനെ പ്രകീർത്തിച്ചുകൊണ്ട് യു ഡി എഫ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഒക്കെ നേടുമെന്ന് തൻ്റെ വാർത്താ ചാനലിൽ കൂടി വാർത്തകൾ നിരന്തരം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന ഷാജൻ സ്കറിയ ഇന്നലെ മുതൽ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പർ ആകും തൃണമൂൽ കോൺഗ്രസ് എന്നറിഞ്ഞത് മുതൽ, പി വി അൻവർ എന്നറിഞ്ഞത് മുതൽ പ്രാക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പി വി അൻവർ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പർ ആകുന്നു. അദ്ദേഹത്തിന് 2 സീറ്റാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് യു ഡി എഫ് അനുവദിച്ചിരിക്കുന്നത് എന്ന പേരിൽ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഒന്ന് തവന്നൂർ അല്ലെങ്കിൽ ബേപ്പൂര് പി വി അൻവർ മത്സരിക്കും. മറ്റൊന്ന് സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സമുന്നതനായ മറ്റൊരു നേതാവ്, അദ്ദേഹം പൂഞ്ഞാറിൽ നിന്ന് ജനവിധി തേടും എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി പി വി അൻവർ മത്സരിക്കുവാൻ സാധ്യതയുള്ള മണ്ഡലം തവന്നൂരാണ് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ബേപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നലെ അദ്ദേഹം യു ഡി എഫിൽ എത്തിയതോടുകൂടി ബേപ്പൂരിൽ പി വി അൻവറിന് സ്വാഗതം എന്ന രീതിയിൽ ബോർഡുകളും ബാനറുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് സാധ്യത കൂടുതൽ തവന്നൂർ ആണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം തവന്നൂരിൽ മത്സരിക്കും എന്ന ഒരു റിപ്പോർട്ടാണുള്ളത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ചുണ്ടിനും കപ്പിനും ഇടയ്ക്കാണ് തവന്നൂരിൽ യു ഡി എഫിന് പരാജയം സംഭവിച്ചത്. ഫിറോസ് കുന്നുംപറമ്പിൽ 2185 വോട്ടുകൾക്കാണ് കെ ടി ജലീലിനോട് പരാജയപ്പെട്ടത്. ഇത്തവണ പി വി അൻവർ അവിടെ മത്സരിച്ചാൽ ആ സീറ്റ് പിടിച്ചെടുക്കാം എന്ന ഒരു ധാരണ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ പി വി അൻവർ മത്സരിക്കും എന്ന് തന്നെയാണ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എങ്കിൽ ഒരുപക്ഷേ കെ ടി ജലീലിൻ്റെ കാര്യം അപകടത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തൃണമൂൽ കോൺഗ്രസിന് അനുവദിച്ചിരിക്കുന്ന 2ാമത്തെ സീറ്റ് പൂഞ്ഞാറാണ്. പൂഞ്ഞാറിൽ സജി മഞ്ഞക്കടമ്പൻ മത്സരിക്കും. കാരണം ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ യു ഡി എഫിന് മേൽക്കൈയുണ്ട്. മാത്രമല്ല ഈരാറ്റുപേട്ട മുതലായ ന്യൂനപക്ഷ മുസ്ലിം ബെൽറ്റുകളുള്ള ഒരു മണ്ഡലമാണ് ഇവിടെ. പി വി അൻവറിൻ്റെ ഇഫക്റ്റ് കൂടി ചേരുമ്പോൾ ആ വോട്ടുകൾ സജി മഞ്ഞക്കടമ്പന് അനുകൂലമായി മാറും. ക്രൈസ്തവ മുസ്ലിം വോട്ടിൻ്റെ ക്രോഡീകരണം ആ മണ്ഡലത്തിലുണ്ടാകും. അങ്ങനെ സജി മഞ്ഞക്കടമ്പൻ വിജയിച്ചു കയറും എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും വിലയിരുത്തൽ. എന്തായാലും പൂഞ്ഞാറിൽ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ പി സി ജോർജ് ആയിരിക്കും, അല്ലെങ്കിൽ അയാളുടെ മകൻ ഷോൺ ജോർജ് ആയിരിക്കും എന്ന വിശകലനങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ഈ മുസ്ലിം വോട്ടുകൾ ക്രോഡീകരിക്കപ്പെടുന്നത് കൊണ്ടാണ്, പ്രത്യേകിച്ചും പി സി ജോർജിൻ്റെ ഒക്കെ ഈ വർഗീയ വിവാദ പ്രസ്താവനകളുള്ളത് കൊണ്ട് ആ മുസ്ലിം വോട്ടുകൾ ക്രോഡീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വിജയിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ സജി മഞ്ഞക്കടമ്പൻ അവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ വോട്ടുകളുടെ വികേന്ദ്രീകരണം എന്ന രീതിയിൽ ചർച്ചകൾ വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും പി വി അൻവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഘടകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മിക്കപ്പോഴും നമ്മൾ ഈ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് എടുത്താൽ, ചേലക്കരയിലെ ബൈ ഇലക്ഷൻ എടുത്തു നോക്കിയാലും അവിടെ പി വി അൻവറിൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച്, തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച സുധീറിന് 3920 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അത് സുധീറിൻ്റെ ഒരു വ്യക്തി ബന്ധം കൊണ്ട് നേടിയതല്ല, അത് പി വി അൻവർ ഉയർത്തിയ ആ പ്രശ്നങ്ങൾക്ക് കിട്ടിയ വോട്ടുകളാണ് എന്നാണ് വാസ്തവം. അതായത് പി വി അൻവർ ഉയർത്തുന്ന പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലീസിൽ സംഘപരിവാര സ്വാധീനം എന്ന ഒരു വിവാദപരമായ പരാമർശം അത് മലപ്പുറം അല്ലെങ്കിൽ വടക്കൻ മലബാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ വലിയ റിസൾട്ട് ഈ ഇലക്ഷനിൽ കണ്ടു എന്ന് യു ഡി എഫ് വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിൽ 33 സീറ്റുകൾ, 33-ൽ 33 സമ്പൂർണ്ണ വിജയം യു ഡി എഫ് നേടിയിരുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് പിടിച്ചിരുന്നു, യു ഡി എഫ് പിടിച്ചിരുന്നു. മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷനിൽ കപ്പിനും ചുണ്ടിനുമിടയ്ക്കാണ് യു ഡി എഫിനും മുസ്ലിം ലീഗിനും അവിടെ അധികാരം നഷ്ടപ്പെട്ടത്. യു ഡി എഫിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തുല്യം സീറ്റുകൾ നേടിയിരുന്നു. അങ്ങനെ വടക്കൻ മലബാറിൽ വലിയ വിജയം നേടുന്നതിന് ഒരുപക്ഷെ പി വി അൻവറിൻ്റെ വാക്കുകളും സംസാരങ്ങളും ഒക്കെ കാരണമായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നടത്തുന്നുണ്ട് ഈ അവസരത്തിൽ എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിൻ്റെ ഒരു വീര്യം വർദ്ധിപ്പിക്കുക കൂടി ചെയ്യുകയാണ് പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിൽ എത്തുന്നതോടുകൂടി എന്ന വിശകലനം വരികയാണ്. അദ്ദേഹത്തിന് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും കുറഞ്ഞത് 2000-ൽ പരം വോട്ടുകൾ ഉണ്ടാകും എന്ന ഒരു നിഗമനം തന്നെയാണ് വരുന്നത്. ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ പോലും ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ ഭീമാപ്പള്ളി മുതലായ പ്രദേശങ്ങളിലൊക്കെയും ലീഗിന് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തെക്കൻ കേരളത്തിലും ലീഗിന് വലിയ രീതിയിലുള്ള മേൽക്കൈ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കണിയാപുരം ജില്ലാ പഞ്ചായത്തിൽ തിരുവനന്തപുരത്ത് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് സീറ്റുണ്ട്, അതുപോലെ കൊല്ലം കോർപ്പറേഷനകത്ത് സീറ്റുണ്ട്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഒരുപക്ഷെ ഈ അവസ്ഥയിൽ മുസ്ലിം ലീഗ് ഭരിച്ചേക്കാവുന്ന ഒരവസ്ഥയാണ്. ഇതൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ
പി.വി. അൻവറിൻ്റെ ചില പ്രസ്താവനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ലീഗിനുണ്ട്. അതുകൊണ്ട് ലീഗിൻ്റെ ഒരു ബാനറിലായിരിക്കും പി.വി. അൻവർ യു.ഡി.എഫിലെത്തുകയും മത്സരിക്കുകയും ചെയ്യുക എന്ന വലിയ നിഗമനമുണ്ട്. അതുകൊണ്ടാണ് തവന്നൂരെ പോലുള്ള സീറ്റ് ഇപ്പോൾ പി.വി. അൻവറിലേക്ക് എത്തുന്നത് എന്ന വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. പി.വി. അൻവർ തവന്നൂരിലായിരിക്കും മത്സരിക്കുവാൻ സാധ്യത. ബേപ്പൂരിനേക്കാൾ വിജയസാധ്യതയുള്ള സീറ്റ് എന്ന രീതിയിൽ എന്ന് തന്നെയാണ് നിഗമനങ്ങളൊക്കെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിലും മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും തൻ്റെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. പ്രത്യേകിച്ച് ബൈ ഇലക്ഷനിൽ അവിടെ 19,760 വോട്ടുകൾ നിലമ്പൂരിൽ പിടിക്കുവാൻ കഴിഞ്ഞു. അത് വ്യക്തിപരമായി തന്നെയാണ് പി.വി. അൻവറിൻ്റെ 19,760 വോട്ടുകൾ നിലമ്പൂരിൽ ഉള്ളത്. അതൊരിക്കലും തൃണമൂൽ കോൺഗ്രസിനുള്ള വോട്ടുകളല്ല, അത് പി.വി. അൻവറിനുള്ള വോട്ടുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 2011 ഏറനാട് നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുമ്പോഴും പി.വി. അൻവർ 47,452 വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. അന്ന് CPIയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി LDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അഷ്റഫ് കാളിക്കാത്തിന് അവിടെ നേടുവാൻ കഴിഞ്ഞത് 2,700 വോട്ടുകളാണ്. അതുപോലെ 2014 സ്വതന്ത്രനായി വയനാട് മത്സരിക്കുമ്പോഴും 37,123 വോട്ടുകൾ പി.വി. അൻവർ നേടിയിട്ടുണ്ട്. അതായത് വ്യക്തിപരമായി ഒരു പാർട്ടിയുടെയും പിൻബലമില്ലാതെ, UDFിൻ്റെയോ LDFിൻ്റെയോ പിൻബലമില്ലാതെ മത്സരിക്കുമ്പോൾ പോലും വലിയ വോട്ടുകൾ നേടിയിട്ടുള്ള ഒരു ചരിത്രം ഉണ്ട് പി.വി. അൻവറിന് എന്നത് വസ്തുതയാണ്. അതായത് പി.വി. അൻവറിന് സംബന്ധിച്ച് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വോട്ടുകൾ കേന്ദ്രീകരിപ്പിക്കുവാൻ കഴിയുന്ന നേതാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നൊരു വസ്തുത കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പി.വി. അൻവറിൻ്റെ സാന്നിധ്യം അത് UDFിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിജയത്തിന് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി വാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.